ഹായ് ഫ്രണ്ട്സ്, നമ്മളൊന്ന് ചുരിദാറിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ ബുള്ളി നോട്ടും ഫ്രഞ്ച് നോട്ടും ഉപയോഗിച്ചിട്ട് ഈ ഒരു വർക്കാണ് ചെയ്തേക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. റോസിൻ്റെ ഫ്ലവറാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. കുറച്ച് ബീഡ്സും കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇത്രയും ഫ്ലവർ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ ഒരു ഫ്ലവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സൂചി നൂലെടുത്തിട്ടുണ്ട്. ഒറ്റൊരു ചുറ്റ നമ്മൾ ചുറ്റിയിട്ടുള്ളൂ കേട്ടോ. ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ നടുവിലായിട്ട് നമുക്കൊന്ന് സൂചി കയറ്റി കൊടുക്കാം. എന്നിട്ട് സൂചി ഒന്ന് ചെരിച്ച് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. സൂചി ചെരിച്ചിട്ടൊന്ന് കൊടുത്തിട്ട് ആ സൂചിമേ ഒരു 8 പ്രാവശ്യം നമുക്ക് ചുറ്റി കൊടുക്കാം. നമുക്ക് തോന്നുന്നു സൂചി വലിച്ചെടുക്കാം കേട്ടോ. സൂചി വലിച്ചെടുത്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട് പോലെ ആക്കുക കേട്ടോ. നമ്മൾ ഒന്ന് ഇത്തിരി കട്ടിയിലിരുന്നോട്ടെ. ഒന്നിങ്ങനെ നമുക്ക് വളച്ചിട്ട് തന്നെ ഒന്ന് ഇവിടെ കുത്തി കൊടുക്കട്ടെ. ഒരു ഇത്തിരി വളച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ ഒന്ന് കുത്തി കൊടുക്കുക. നമുക്ക് നടുവിലത്തെ ഒരു കിട്ടിയിട്ട് ഒരു പെറ്റൽ കിട്ടിയിട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ 2 സൈഡിലും ഇങ്ങനെ നിൽക്കണതിൻ്റെ 2 സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിനി സൂചി ഇതിൻ്റെ സൈഡിൽ തന്നെ ഒന്ന് സൂചി എടുക്കാം. ഇതിൻ്റെ ഇപ്പം നമ്മൾ ഈ ഒരെണ്ണം ചെയ്തതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ സൂചി ആദ്യം കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കട്ടെ. ഈ ആദ്യം ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ അടിയിൽ കൂടെ നമ്മൾ സൂചി ഒന്ന് കയറ്റി കൊടുക്കണം കേട്ടോ. ഈ ഒരു അറ്റത്ത് കൂടെ ഉള്ളിൽ കൂടെ അങ്ങനെ നമ്മൾ ഒരെണ്ണം കയറ്റി. ഇനി നമ്മളൊരു 16 പ്രാവശ്യം നമ്മൾ ഈ സൂചിനെ നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. സൂചിനെ നൂല് നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ സൂചിനെ ഒരു 16 പ്രാവശ്യം നമ്മൾ ഈ നൂലുകൊണ്ട് ഇങ്ങനെ ചുറ്റുകയാണ് കേട്ടോ. നമുക്ക് ഒന്ന് സൂചി ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ടൊന്നിങ്ങനെ ഒന്ന് റൗണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ അവിടെ തന്നെ ഒന്ന് കുത്തിയിറക്കുക കേട്ടോ. നമ്മളിവിടെ തന്നെ സൂചിനെ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ഈ അരുവ് തന്നെ ആദ്യം സൂചി എടുക്കുക കേട്ടോ. മുകളിലേക്ക് സൂചി മുകളിലേക്ക് എടുത്തിട്ട് ഈ അരുവത്ത് ഈ ഫസ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ കൂടെ ആദ്യം സൂചി ഇങ്ങനെ ഒന്ന് സൈഡിലേക്ക് എടുത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 16 പ്രാവശ്യം തന്നെ നമ്മൾ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ സൂചിനെ. പതിനാറ് പ്രാവശ്യം ചുറ്റി കഴിഞ്ഞിട്ട് നമുക്ക് സൂചി ഒന്ന് ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ തന്നെ സൂചി ആദ്യം ഇറക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഈ ഒരു 3 എണ്ണം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതിനെ ചുറ്റും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ പോലെ ആവും. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ നടുവിലായിട്ട് നമുക്കൊന്ന് സൂചി കയറ്റി കൊടുക്കാം. എന്നിട്ട് സൂചി ഒന്ന് ചെരിച്ച് ഇവിടെ നമ്മൾ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. 16 പ്രാവശ്യം തന്നെ നമ്മൾ ചുറ്റുകയാണ് കേട്ടോ. നമുക്ക് സൂചി വച്ചെടുത്തിട്ട്
ഇങ്ങനെ റൗണ്ട് കൊടുക്കാം കേട്ടോ. ഇതിനൊന്നിങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ റൗണ്ട് കൊടുക്കാം കേട്ടോ. എന്നൊക്കെ ഇതിൻ്റെ അടുത്തൊരെണ്ണം ചെയ്ത് കൊടുക്കട്ടെ. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആദ്യം സൂചി കയറ്റ് ഒന്ന് സൂചി ചരിച്ചു കൊടുക്കുക കേട്ടോ. 16 പ്രാവശ്യം തന്നെ ഇനി എല്ലാം ഈ നമ്പർ തന്നെ നമ്മൾ ചുറ്റി കൊടുക്കുക കേട്ടോ. 16 പ്രാവശ്യം. സൂചി വലിച്ചിട്ട് നമ്മളിവിടെ തന്നെ ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ഈ റൗണ്ട് ഒന്ന് എത്തിക്കണം കേട്ടോ. നമ്മൾ സൂചിനെ കുറച്ച് നീക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കയറ്റി കൊടുക്കുക. ഒരു റൗണ്ട് നമ്മൾ എത്തിക്കുക. നമ്മളിപ്പുറത്ത് ചെയ്തതിൻ്റെ അവിടേക്ക് തന്നെ സൂചി ഒന്ന് കൊണ്ടുപോകാം കേട്ടോ. നമ്മൾ ചെയ്ത് നിർത്തിയതിൻ്റെ അവിടേക്ക് സൂചി ഇങ്ങനെ ചരിച്ച് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഈ 16 എന്ന നമ്പർ തന്നെ ചെയ്യുക. എടുത്തുകൊണ്ട് സൂചി കയറ്റ് നമ്മളിവിടെ ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. ഇങ്ങനെ നമ്മളിവിടെ ഒന്ന് ഇറക്കി കൊടുക്കുക. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് വേണം. ഇനി ഇവിടെയും കൂടെ നമുക്കൊന്ന് കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ സൂചി ആദ്യം അവിടെ ഒന്ന് കയറ്റുക. എന്നിട്ട് ഈ നമ്മൾ അവസാനിപ്പിച്ച് അവിടെ ആദ്യം ഒന്ന് സൂചിനെ കയറ്റി കൊടുക്കുക കേട്ടോ. അവിടേക്ക് നമുക്ക് ആദ്യം 16 എന്നുള്ള നമ്പർ തന്നെ ചെയ്ത് കൊടുക്കുക. ആദ്യം സൂചി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് നല്ലൊരു ഫ്ലവർ പോലെ നല്ലൊരു റോസിൻ്റെ ഒരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ സൂചി ഇറക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ നല്ലൊരു റോസിൻ്റെ ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ഒരു കളറ് നൂലെടുത്തിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് ഇത്രയും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നോട്ടും ബുള്ളിനോട്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബീഡ്സ് ഉണ്ട് കേട്ടോ. പല കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നെക്കിൻ്റെ പോർഷനിലൊന്ന് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.